أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إنما حرم ربي الفواحش ما ظهر منها وما بطن والإثم والبغي بغير الحق وأن تشركوا بالله ما لم ينزل به سلطانا وأن تقولوا على الله ما لا تعلمون. صدق الله العلي العظيم. അൽ-അറാഫ് 33. നേരത്തെ ബാക്കിയാണ്. ഹെഡിങ്ങോ തന്നെ എന്നൊന്ന് പറയേണ്ടതുണ്ട്. കൊല ചെയ്യപ്പെട്ട എൻ്റെ കുട്ടിയുടെ മരണ സർട്ടിഫിക്കറ്റാണ്. പെരുന്തൽമണ്ണ ഗവൺമെൻറ് ആശുപത്രിയിൽ വെച്ച്. കുട്ടിയുടെ പേരില്ല. പിന്നെ എങ്ങനെ ഇത് കിട്ടിയെന്ന്, രണ്ടാമത് അവിടെ എഴുതിയെന്നുള്ളത്, ആരാ എങ്ങനെ എപ്പോഴാണ് എഴുതിയെന്നുള്ളത് വേണ്ടപ്പെട്ടവർ അന്വേഷിക്കണം. അങ്ങനെ അത് നല്ലതാണ്. ചോദ്യങ്ങൾ പിന്നീട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. മരണകാരണം എഴുതിയിട്ടില്ല. മേൽവിലാസം എഴുതിയിട്ടില്ല. അങ്ങനെ കുറേ കാര്യങ്ങൾ മരണകാരണമൊക്കെ എഴുതേണ്ടതുണ്ട്. ആ മരണ സ്ഥലത്ത് യഥാർത്ഥ കാരണം എഴുതണം. അത് പെരുന്തൽമണ്ണ പോലീസ് സ്റ്റേഷനിലുണ്ട്, പട്ടാമ്പി പോലീസ് സ്റ്റേഷനിലുണ്ട്, വേറെ ഏതൊക്കെ പോലീസ് സ്റ്റേഷനിൽ അതിനോട് ബന്ധപ്പെട്ട കുറേ കേസുകളുണ്ട്. അവരെ അറസ്റ്റ് ചെയ്തിരുന്ന, അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെങ്കിൽ കുറച്ച് പണിയുണ്ടല്ലോ. നേരിട്ട് ചെന്നാൽ എടുക്കൂലല്ലോ. എന്നാൽ പണ്ട് അമ്മയെ കൊന്ന് ചെന്നാൽ ആ കുട്ടീനെ എടുക്കണ്ടായിരുന്നല്ലോ, എടുത്തില്ലല്ലോ. വാർഡ് ഓടിക്കുക ചെയ്തത്. അവസാനം പോലീസ് ജീപ്പ് കയറ്റി കൊണ്ടുപോയിട്ട് പിന്നൊക്കെയാണ് ചോദ്യം ചെയ്തിട്ടൊക്കെയാണ്. സെഞ്ചുറി നമ്മുടെ തലയിട്ട് വന്നപ്പോൾ എനിക്ക് ജയിലിൽ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എടുത്തില്ല. അപ്പം അങ്ങനെ നിയമമല്ലല്ലോ. സെൻട്രൽ ജയിലിൽ വരെ അടക്കണമെങ്കിൽ കുറച്ചാളെ പേരൊക്കെ പറഞ്ഞ് ചെറിയ കുറച്ച് ഡോക്ടറോ നഴ്സോ അതിൽപ്പെട്ട ചില അമ്മാരി പെണ്ണുങ്ങളോ അത് മാത്രം പോരല്ലോ. അങ്ങനെ മതിയെങ്കിൽ അങ്ങനെ മതി. പക്ഷെ അത് ബാക്കിൽ അതിൻ്റെ കാരണക്കാരെ അന്വേഷിക്കലൊക്കെ വേണമെങ്കിൽ ആവാം പോലീസിൽ. ആരാതിന് പ്രേരിപ്പിച്ച്, ആരൊക്കെയാണ് അതിലുള്ളത്, ആരൊക്കെയാണ് അതിനെ സപ്പോർട്ട് ചെയ്തിരുന്നത്, പിന്നീട് പുനർജനിച്ച കുട്ടിയെ അത് അവർക്ക് പറ്റിയിട്ടില്ല. അതൊന്നും വേണ്ട. ഞങ്ങളോട് ചോദിക്കണില്ല. അതൊക്കെ തരാം. ഇവിടെ മോമിനിങ്ങൾക്ക് വേണ്ടത് ചോദിക്കണം, തരാം. പഠിച്ച അമ്പരായിരിക്കണമെന്ന് എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ ഇവിടെ ചെയ്യേണ്ടതുണ്ട്. മരണകാരണം ഡോക്ടറും നഴ്സും ഒക്കെ കൂടി കുത്തിവെച്ചിട്ട്, വിഷം കുത്തിവെച്ചിട്ട്, അതിൻ്റെ മുമ്പൊക്കെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് കുട്ടിയെ. അന്ന് രാവിലെ പ്ലാമന്തോൾ ഡോക്ടർ വാസുദേവനെ ഞാൻ കാണിച്ചിരുന്നു. അതിൻ്റെ മുമ്പത്തെ ദിവസം ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്ത് ബന്ധന ഈ ഡോക്ടറെ തന്നെ കാണിച്ചിരുന്നു. വാസുദേവൻ വേഗം പെരുന്തൽമണ്ണക്ക് ഉണ്ടാകാൻ പറഞ്ഞിട്ട് വീണ്ടും ഞാൻ ഈ കുട്ടിയുടെ റിസൾട്ടൊക്കെ കിട്ടിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ വാസുദേവൻ്റെ അടുത്ത് ഈ റിസൾട്ട് കൊണ്ട് കൂടി ചെന്നു. വാസുദേവൻ ഡോക്ടർ ഇത് കണ്ട ഉടനെ പൊട്ടിക്കരയും പോലെ വന്നു ആൾക്ക്. പക്ഷേ എൻ്റെ ഇല്ലെന്ന് മറച്ചു വെച്ചു. എന്നോട് പറഞ്ഞു, മൊയ്തീൻ കുട്ടി എൻ്റെ അപാധി വന്നിട്ടുണ്ടോ, എനിക്കിപ്പോൾ സങ്കടമായി എന്ന് പറഞ്ഞു. പിന്നെ അവിടെ പുറത്ത് കൗമിയങ്ങളുണ്ട് മറക്കാൻ. അവരെന്തിനും മതിയായവരാണ്. ഏത് സത്യത്തിന് എങ്ങോട്ടും കൊണ്ടുപോകാൻ കഴിവുള്ള അവരെ ഷെയ്ഖ് ഇബ്ലീസ് അനത്തുള്ളായാലേ. നാട്ടുകാലം പള്ളി കമ്മിറ്റി ഉണ്ട്. അവരോട് ബന്ധപ്പെട്ട എല്ലാ പാർട്ടിയും പെട്ടു. അവരെല്ലാ പാർട്ടിയോടും ബന്ധപ്പെടും ചെയ്യും. ഒന്നിരിക്കാൻ അവരുടെ പാർട്ടി കമ്മിറ്റിയിലുണ്ട് എല്ലാ പാർട്ടിക്കാരും. ലീഗുണ്ട്, കമ്മ്യൂണിസ്റ്റ് ഉണ്ട്, മാർക്സിസ്റ്റ് ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്. അപ്പോൾ രണ്ട് മുന്നണിയായല്ലോ. മുന്നണിയിൽപ്പെട്ട അവർ അവിടെ ചെല്ലും. ഇനി അവിടെ ഒന്നുമില്ലാത്ത കേരള കോൺഗ്രസിൻ്റെ അടുത്തേക്കും ചെല്ലാൻ അവർക്ക് ആളുകളുണ്ട്. അവരെവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ ഈ വിഷയത്തിൽ, എൻ്റെ വിഷയത്തിൽ ആരോടൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ടോ അവർ മുഴുവൻ കുടുങ്ങി. ഫിദ്ദുന്യാവൽ ആഖിറ. അത്ര വലിയ നജസ്സുകളാണ് അവർ.
ഇപ്പം അടുത്തൊരു ദിവസം അവിടുന്ന് ഒരുത്തം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്നു എൻ്റെ അടുത്ത്, ചുണ്ടൻ പറ്റുള്ളവനെ. അപ്പം ഞാൻ കുറച്ച് കൊല്ലം മുമ്പ് വന്നപ്പോൾ പിന്നെ അറിയാത്ത പോലെ അവിടെ ഇരുത്തി പോരുകയൊക്കെ ചെയ്തു. കാരണം അവിടുന്ന് ആര് വന്നാലും ഉദ്ദേശം നമുക്കറിയാലോ. എന്നിട്ട് വീണ്ടും ഇപ്പോൾ വന്നിട്ടുണ്ട് എന്നെ കാണാൻ. കുൽക്കല്ലൂർ പഞ്ചായത്ത് 4-ാം വാർഡിലാണ് അവൻ്റെ വീട്. ഞാനവിടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്നെ കണ്ടപ്പോൾ മുഖത്തേക്ക് തന്നെ നോക്കിയില്ലാവും. അപ്പോൾ എന്നോട് ഭയങ്കര സ്നേഹമാണ്. ആകെ 5 വോട്ട് കിട്ടിയെടുത്ത് 6ാമത്തെ അവൻ്റെ കിട്ടിയാൽ എൻ്റെ ഉദ്ദേശം നടക്കില്ല. അത് പട്ടാമ്പി അന്ന് തെരഞ്ഞെടുപ്പ് റിട്ടേണിംഗ് ഓഫീസർക്കാർക്ക് അവിടെ കൂടികൾക്കൊക്കെ അറിയാം എൻ്റെ വിജയം പരാജയമൊക്കെ. ഞാൻ എന്തിനാണ് മത്സരിച്ചതെന്ന്. അതിലേക്കൊന്നും ഞാൻ ഇപ്പോൾ പോകണില്ല. എൻ്റെ പ്രശ്നം അതല്ല. എൻ്റെ കുട്ടിയുടെ കൊലപാതകം, അതിലും മേലേക്ക് എന്താ എനിക്കുള്ളത്? ഈ മരണ രജിസ്ട്രേഷനിൽ മരണകാരണം എഴുതണം, കുട്ടിയുടെ പേര് എഴുതിയിട്ടില്ല എന്ന് പറയാം. കാരണം എന്താണ്? ആദ്യം കുട്ടിയുടെ പേര് നൽകിയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അവിടെ മുനീർന്ന് വന്നത്? മലക്കുകൾ വന്ന് എഴുതിയതാ. മരണകാരണം ഇതൊക്കെ ഇതിൽ എഴുതണമല്ലോ. അതിൻ്റെ പിന്നിൽ ആരൊക്കെയാണ്? കുറച്ചാളെ കുറച്ച് ദിവസം ജയിലിലിട്ടാണ് വിട്ടയച്ചാൽ മതിയോ? അതിൻ്റെ പിന്നിൽ ഒരു കൊലപാതകത്തിന് പിന്നിൽ പ്രേരിപ്പിച്ചവരും സഹായിച്ചവരും ആരാണെന്ന് വേണമെങ്കിൽ അന്വേഷിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് അതിനൊന്നും വകുപ്പില്ല എന്നും പറയാം. ഇത് വകുപ്പ് പിന്നിൽ വരുന്നുണ്ട്, വേണമെങ്കിൽ മതി. ജോലി സ്ഥിരത, ഭരണസ്ഥിരത, അത് പല സ്ഥിരതയും വരും. ഇത് ചെറിയ കളിയല്ല, ഇത് വലിയ കോടതി എന്നുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ കരുതിയിലൊക്കെ അതുക്കും മേലെയാണ്. ഞാൻ പറയണെന്താ അറിയോ? ഈ ഒരു തമ്മാടി സംഘം കാരണം പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്ക് കുഴപ്പം പറ്റരുത്. നിങ്ങളെ ഉത്തരവാദിത്തം നിർവഹിക്കണം സുഹൃത്തുക്കളെ, ഉദ്യോഗസ്ഥരെ. ഇവർ ഇബിലീസിൻ്റെ പാർട്ടിക്കാരാണ്. പേര് പള്ളി കമ്മിറ്റി, ജമീഅത്തുൽ ഉലമ എന്നൊക്കെ പറയും. അവർ ശൈത്താൻ്റെ ആളുകളാണ്. അവരിൽ ഒന്നിലും പങ്കെടുത്തു പോകരുത്. അവർ വന്നോർത്ത് മുഴുവൻ നജീസാണ്, മുഴുവൻ കുഴപ്പമാണ്. ദുർമാർഗം അവരുണ്ടാക്കുക, നല്ലതൊന്നും അവരിന്നില്ല. എന്നിട്ട് നല്ലതാന്ന് പറയും ചെയ്യും. അള്ളാഹു ഞങ്ങളോട് ഇങ്ങനെ കൽപ്പിച്ചതാ ഇത് ഇബാദത്താന്നും പറയും. ഞാൻ ഇവിടെ പറഞ്ഞിട്ട് വേണ്ട, ഞാനത് ഏറ്റവും കുറഞ്ഞറിയുന്ന ആളെ ഞാനാണ്. ഇതിൽ വല്ല വിട്ടുവീഴ്ച ഉദ്യോഗസ്ഥന്മാർക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് നികത്തണം, അതിൽ നിന്ന് ഒഴിവാകണം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എൻ്റെ കുട്ടിയെ ഇവർ കൊന്നതിൽ നിങ്ങൾ ബുദ്ധിമുട്ടരുത്, നിങ്ങളതിന്ന് ഒഴിയണം. ഇവരത് എടുത്തോട്ടെ, അതിന് അർഹതയുള്ളവരാണ് അവർ. നിങ്ങളതിനൊന്നും അർഹതല്ലല്ലോ മക്കളെ. പിന്നെ എന്തിനാ അതിൽ പറഞ്ഞത്? നിങ്ങൾ സംസ്കാരമുള്ളവരാണ്, അന്തസ്സുള്ളവരാണ്.